ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത്ര പെട്ടെന്ന് സ്ലോ പോയിസൺ പണി തുടങ്ങിയോ? കിളവി തട്ടിപ്പോകുന്ന ലക്ഷണം. ഇതിനാരാണാവോ സ്ലോ പോയിസൺ എന്ന് പേരിട്ടത്? ആ, ഡോക്ടറാണ് വന്നെന്ന് തോന്നുന്നു. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ആ, ഡോക്ടർ. ഗുഡ് മോർണിംഗ്. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ട്? നല്ല മാറ്റമുണ്ട്. ഡോക്ടറുടെ മരുന്ന് മുത്തശ്ശിക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുന്നുണ്ട്. ഇത്തവണ വളരെ വില കൂടിയ മരുന്നാ കൊണ്ടുവന്നത്. എൻ്റെ കയ്യിലിപ്പോ ക്യാഷിന് അല്പം ടൈറ്റാണ് ഡോക്ടർ. ക്യാഷ് ഞാൻ വൈകാതെ എത്തിച്ചോളാം. ഡോണ്ട് മൈൻഡ് മിസ്റ്റർ ജഗൻ, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ജഗൻ വാ. ഈ കിളവി ആരോഗ്യത്തോടെ എണീറ്റിരിക്കുവാണല്ലോ. ഈ സാധനത്തിന് ഇങ്ങനെ ഇരുത്തിയാൽ പോരാ, കിടത്തുക തന്നെ വേണം. അല്ല ഡോക്ടർ എന്താ ആലോചിക്കുന്നേ? അല്ല, മുത്തശ്ശി നല്ല ഫോമിലായല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. മുത്തശ്ശിക്ക് അസ്വസ്ഥതയൊക്കെ മാറിയോ? നല്ല ആശ്വാസം തോന്നുന്നുണ്ടോ? ഒന്ന് കിടക്ക മുത്തശ്ശി. എന്താ മുത്തശ്ശി പറയുന്നത്? കിടന്ന് കിടന്ന് മടുത്തു, ഇനി കിടക്കാൻ മനസ്സ് വരുന്നില്ലെന്നാ മുത്തശ്ശി പറയുന്നത്. എങ്കിൽ നിർബന്ധിക്കില്ല ഡോക്ടറെ. വീണ്ടും അച്ഛമ്മ കിടത്തല്ലേ ഡോക്ടറെ. ഡോക്ടർ നോക്കട്ടെ വസന്തേച്ചി, നമ്മൾ അതിൽ ഇടപെടണ്ട. ഒരു സ്പൂൺ കൊണ്ടുവരുമോ?
ആയുർവേദത്തിലെ പിണ്ടതൈലം പോലുണ്ട്. പതുക്കെ. മുത്തശ്ശി ഐശ്വര്യമായിട്ട് ഇതങ്ങ് കഴിക്കുക. മുത്തശ്ശി ഇഷ്ടം പോലെ സംസാരിക്കുകയും ഓടിച്ചാടി നടക്കുകയും ചെയ്യും. കമോൺ മുത്തശ്ശി. ഇതാ മുത്തശ്ശി. ആ. വാ തുറക്ക. അയ്യോ, ഇത്ര പെട്ടെന്ന് സ്ലോ പോയിസൺ പണി തുടങ്ങിയോ? കിളവി തട്ടിപ്പോകുന്ന ലക്ഷണം. ഇതിനാരാണാവോ സ്ലോ പോയിസൺ എന്ന് പേരിട്ടത്? പ്രകാശേട്ടൻ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് വിചാരിക്കരുത്. സ്വന്തമായിട്ടൊരു വീട് വെച്ചത് തെറ്റായി പോയിന്നാണോ നീ പറയുന്നത്? മോനെ, അതല്ല സുമിത്രമോള് പറഞ്ഞത്. വസന്തയെ പാലുകാച്ചിനെ വിളിക്കാഞ്ഞത് തെറ്റായി പോയെന്നാ. അവളെന്തായാലും കൂടപ്പിറപ്പല്ലേ. വസന്ത മാത്രമല്ലല്ലോ എന്റെ കൂടപ്പറപ്പ്, മനോജും എന്റെ കൂടപ്പറപ്പല്ലേ. അവനെ വിളിച്ചില്ലോ. വിനുവിനെ വിളിച്ചോ? ഇല്ലല്ലോ. സ്വന്തം സഹോദരങ്ങളെ മനഃപൂർവ്വം മാറ്റി നിർത്തി ഈ പാലുകാച്ചൽ ചടങ്ങ് നടത്താൻ അവരോട് ഇത്രയ്ക്ക് ശത്രുത എന്താ? അവരോട് ഇത്ര ശത്രുത എന്താണെന്നോ? കുറച്ചു മുന്നേ നീയും കണ്ടതല്ലേ വസന്തയുടെ കൂത്ത്. ഞാനൊരു വീട് വെച്ചതിലേ എല്ലാവർക്കും കണ്ണേടിയാ. അസൂയ മുത്തട്ടാ വസന്ത ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അവളെയും വിളിച്ചുകൊണ്ട് പാലുകാച്ചിന് പോയാലേ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേ പല്ലിയെടുത്തിടുവള്. അങ്ങനെയുള്ള അവളെയൊക്കെ കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് പോയാലും മതി. ആ കാര്യത്തിലേ എനിക്കേ ഒരു കുറ്റബോധവുമില്ല. എനിക്കില്ലാത്ത സങ്കടം മറ്റാർക്കും വേണ്ട. എന്റെ ജന്മം ഇങ്ങനെയാ. ഇതൊക്കെ കാണാനും അനുഭവിക്കാനും എന്റെ വിധി. മാനത്തെ കൊട്ടാ